പാർലമെന്റിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വനിതാ സംവരണ ബില്ല് അട്ടിമറിച്ച പ്രതിപക്ഷ നടപടിയിൽ മഹിളാ മോർച്ച വണ്ടൂരിൽ പ്രതിഷേധ സംഗമം നടത്തി. ഇടത് വലത് മുന്നണികളുടെ സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കെതിരെ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വണ്ടൂരിലെ ഗാന്ധി സ്ക്വയറിൽ സംഗമം നടത്തിയത്. BJP സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രേണു സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഒരു വീട്ടിൽ നിന്നും MP ആയിട്ടുള്ള MLAക്ക് ഭാര്യ അവിടെ മത്സരിക്കണം, MLA ആയിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പാർലമെന്റിൽ ഇരുന്നു കൊണ്ട് ഈ വനിതാ ബില്ലിനെ എതിർക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം. ഞാൻ വളരെ ലളിതമായിട്ടാണ് ഞാൻ നിങ്ങളോട് രാഷ്ട്രീയമല്ല പറയുന്നത്, സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചാണ്. അപ്പൊ അവിടെ സ്ത്രീകൾക്ക് വളരണം എന്നുള്ള ആഗ്രഹം ആ കോങ്ങാട് മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു പത്രസമ്മേളനം വിളിച്ചു. ആ സമ്മേളനത്തില് അന്ന് 4 മണിക്കാണ് ആ ബില്ല് പാസ്സാകാൻ പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഡോക്ടർ രേണു സുരേഷ് എന്നുള്ള ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ അതെല്ലാം അവിടെ കാണാം. ആ പത്രസമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ ആ നിമിഷം വരെ പോലും ഉള്ളിന്റെ ഉള്ളിൽ സപ്പോർട്ടാണെങ്കിൽ പോലും ആ ബില്ലിനെ കുറിച്ച് അവിടെ സംസാരിക്കാൻ ഇടതുപക്ഷത്തിന്റെയോ വലതുപക്ഷത്തിന്റെയോ ആളുകൾ തയ്യാറായില്ല. കാലങ്ങളായിട്ട് നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയാ ഇന്ത്യ ഭരിച്ചിരുന്നത്. അവർ കൈ വിട്ടു കൊടുക്കില്ല. കുടുംബാധിപത്യമാണ് അല്ലെ. നെഹ്റു കുടുംബം, ഇപ്പൊ ഗാന്ധി കുടുംബം എന്നറിയപ്പെടുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ ആ കഥയിലേക്കൊക്കെ പോയാൽ സമയം വൈകുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എങ്ങനെ ഇന്ദിരാഗാന്ധി ഗാന്ധി ആയെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ പ്രിയങ്ക ഉള്ളിന്റെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ മനസ്സുകൊണ്ട് ഈ ബില്ല് വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവിടെ പറഞ്ഞു. അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാര്, വനിതാ MP-മാര്, കോൺഗ്രസിന്റെ ഉള്ളവരെയെല്ലാം അവിടെ ഇരുത്തിക്കൊണ്ടാണ് ഈ ബില്ലിനെ എതിർത്തത്. അപ്പോൾ ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സംവരണം ലഭ്യമാകും. ആ സ്ത്രീ സംവരണത്തോടുകൂടി മത്സരിച്ചു വന്നാൽ അവിടെ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മണ്ഡലങ്ങളിലും ഒക്കെ സ്ത്രീകൾക്ക് അവസരങ്ങൾ കിട്ടും. അപ്പോൾ പരസ്യമായിട്ട് ഒരു ബില്ലിനെ, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ആളുകൾ തന്നെ സ്ത്രീയെ എതിർക്കുന്നു. വനിതാ ബില്ലിലൂടെ രാജ്യത്തിന്റെ അഭിമാന നിമിഷങ്ങൾ തടയാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷം നാടിന്റെ ശാപമാണെന്നും കുടുംബാധിപത്യത്തിലൂടെ അധികാരം കൈയാളാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമമെന്നും സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ രേണു സന്തോഷ് പറഞ്ഞു. മഹിളാ മോർച്ച മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സുനിത ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭാരവാഹികളായ K. സതീദേവി, ഡോക്ടർ ഗീതാകുമാരി, ജിഷ ശിവദാസ്, ശ്യാമിലി പ്രമോദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്.